ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് പെട്രോൾ ഉപയോഗം കുറയ്ക്കണമെന്നും ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം അദ്ദേഹം സ്വയം മാതൃക കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കോൺവോയ് തന്നെ വളരെ വലിയ രീതിയിൽ ചുരുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നു. നേരത്തെ ഇത് സംഭവിക്കുമോ എന്ന് പല ആൾക്കാരും നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഇന്ധന റേഷനിങ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നിങ്ങളൊരു പെട്രോൾ പമ്പിൽ പോയി നിങ്ങളുടെ കാറിന്റെ ടാങ്ക് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സങ്കല്പിക്കുക. പക്ഷെ പമ്പ് അവിടെയുള്ള ഓപ്പറേറ്റർ പറയുന്നു, ക്ഷമിക്കണം, ഈ ആഴ്ചയിലെ നിങ്ങളുടെ കോട്ട കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? കേൾക്കാൻ ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും 2026 ആഗോള ഊർജ്ജ പ്രതിസന്ധി കാരണം ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഇറാൻ യുദ്ധം എണ്ണ വിതരണത്തിൽ വലിയ തോതിലുള്ള തടസ്സമുണ്ടാക്കി. ഈ പ്രതിസന്ധിക്കിടയിൽ ഇപ്പോൾ ചോദ്യം ഇതാണ്: ശ്രീലങ്കയിലും പാകിസ്ഥാനിലും പോലെ ഇന്ധന റേഷനിങ് ഇന്ത്യയിലും നടപ്പിലാക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിലേക്ക് തന്നെ പോകുന്നു എന്നാണ് നമുക്ക് ഈ സൂചനകളെല്ലാം വെച്ച് വിലയിരുത്തേണ്ടത്. ഇന്ധന പാഴാക്കലും അനാവശ്യ യാത്രാ പോയിന്റും കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരന്മാരോട് അടുത്തിടെ നടത്തിയ അഭ്യർത്ഥന ഈ ദിശയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതെങ്കിലും കാര്യത്തിന് കടുത്ത ക്ഷാമം ഉണ്ടാകുമ്പോൾ സർക്കാർ അതിന്റെ ഉപഭോഗം നിയന്ത്രിക്കുന്നു. ഇതിനെയാണ് റേഷനിങ് എന്ന് വിളിക്കുന്നത്. ഇന്ധന റേഷനിങ് പ്രകാരം ഓരോ പൗരനും വാഹനത്തിനും സർക്കാർ ഒരു നിശ്ചിത കോട്ട നിശ്ചയിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ ഗ്യാസ് വാങ്ങാൻ കഴിയില്ല. ഇതിനായി സർക്കാരിന് QR കോഡുകൾ, വാഹന നമ്പറിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഒറ്റ ഇരട്ട രീതി അല്ലെങ്കിൽ പ്രത്യേക കൂപ്പണുകൾ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.